മലയാള വിഷന്റെ പ്രാദേശിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. മതസൗഹാർദ്ദത്തിന്റെ വേദിയായി ജമാഅത്തെ ഇസ്ലാമി കരിങ്കൽത്താണി ഘടകത്തിന്റെ ഇഫ്താർ സംഗമം. കരിങ്കൽത്താണി സ്വാഗത ഓഡിറ്റോറിയത്തിൽ വെച്ച് ജമാഅത്തെ ഇസ്ലാമി കരിങ്കൽത്താണി ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗഹൃദ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സംഗമത്തിൽ വിവിധ മതസ്ഥരും സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവരുമായ അനേകം പേർ പങ്കെടുത്തു. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന ലക്ഷ്യത്തോടെയാണ് വർഷങ്ങളായി ജമാഅത്തെ ഇസ്ലാമി കരിങ്കൽത്താണിയിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു വരുന്നതെന്ന് പരിപാടിക്ക് നേതൃത്വം നൽകിയ ബഷീർ മാസ്റ്റർ പറഞ്ഞു. കൂടാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സംഗമത്തിൻ്റെ ആവശ്യകത വളരെ വലുതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജമാഅത്തെ ഇസ്ലാമി കരിങ്കൽത്താണി ഘടകത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വർഷങ്ങളോളമായി നടന്നു വരുന്നതാണ് ഇഫ്താർ സംഗമം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് നോമ്പ് തുറക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന രീതിയാണുള്ളത്. മതസൗഹാർദ്ദവും പരസ്പര സ്നേഹവും നിലനിർത്താൻ വേണ്ടി വിവിധ മതവിഭാഗത്തിൽപ്പെട്ട കക്ഷി രാഷ്ട്രീയ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ ഒന്നിച്ച് വിളിച്ചു വരുത്തി ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുന്ന സമ്പ്രദായമാണ്. വർഷങ്ങളായി കൊറോണ കാലത്ത് ഒഴികെ ബാക്കിയുള്ള കാലങ്ങളിലൊക്കെ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇഫ്താർ സംഗമം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലഭിക്കാറുള്ളത്. വിവിധ ആളുകൾ വിവിധ പ്രതിനിധികളായിട്ട് വിവിധ വിഭാഗങ്ങളുടെ പ്രതിനിധികളായി സംസാരിക്കുകയും പരസ്പരം ആശ്ലേഷിച്ച് പിരിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. ഈ പ്രദേശത്തിൻ്റെ പരസ്പരമുള്ള സൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകമായി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു വരുന്നുണ്ട്. കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പുതിയ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായ ഒരു സംഗതിയാണ് ഇത്തരം സംഗമങ്ങൾ എന്നതുകൊണ്ട് വലിയ തോതിലാണ് ഈ വർഷം ഈ സംഗതി സംഘടിപ്പിച്ചിട്ടുള്ളത്. ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും വ്യാപാരി അംഗങ്ങളും അധ്യാപകരും മാധ്യമപ്രവർത്തകരും നാട്ടുകാരും തുടങ്ങി സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് സംബന്ധിച്ചത്. നോമ്പ് തുറയ്ക്ക് ശേഷം നടന്ന സൗഹൃദ സംഗമം സലീം അമ്പാട് ഉദ്ഘാടനം ചെയ്തു. സെയ്ദ് മാസ്റ്റർ, ബഷീർ മാസ്റ്റർ, മൂസ, അബ്ദുറഹിമാൻ, മൊയ്തീൻകുട്ടി ഹാജി എന്നിവർ നേതൃത്വം നൽകി. പച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം, CPI പ്രതിനിധി C ജയൻ, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പ്രശാന്ത് മാസ്റ്റർ, ശശി മാസ്റ്റർ, റഷീദ്, അലികാരയിൽ, തെയ്യം തുടങ്ങി നിരവധി പേർ സംഗമത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കൊടുത്തിട്ട് എടുത്തിട്ട് നേരെ മാത്രം തുറന്നിട്ടാൽ ശുദ്ധമായി വരുള്ളൂ. എന്നാൽ അകത്തിട്ടാൽ ശ്വാസം ഇവിടെ മാത്രം തുറന്നല്ലോ, ജനനെ തുറന്നല്ലോ. നമുക്ക് രാമനെ കൃഷ്ണനെ ബുദ്ധനെ ജയനെ പ്രധാന ബൈബിളും ഗീതയും ഒന്ന് കൊടുക്കുക എന്നിട്ടൊക്കെ അമ്പലത്തിനും പള്ളിയിലും ചർച്ചയൊക്കെ എടുക്കുമ്പോൾ പ്രധാനമായ അതിന് പകരം ഹിന്ദു നിന്റെ ശത്രുവാണ്, മുസ്ലിം നിന്റെ ശത്രുവാണ്, ക്രിസ്ത്യാനി നിന്റെ ശത്രുവാണ്, കമ്മ്യൂണിസ്റ്റുകാരൻ നിന്റെ ശത്രുവാണ്, ആ ജാതിക്കാരൻ നിന്റെ ശത്രുവാണ്. കലാമണ്ഡലം നമുക്ക് ഓർമ്മണ്ടല്ലോ, കലാപമണ്ഡലാവാണ് വെളുപ്പാട് സൗന്ദര്യം. വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്ന ബ്രസീലിന്റെ ഏറ്റവും മികച്ച കളിക്കാരൻ വിദ്യാഭ്യാസത്തിന്റെ അർത്ഥവും ആഴവും തേടുന്ന ഒരു പാഠശാല. വെള്ളിനീഴിയുടെ പൈതൃകമുറ്റ മണ്ണിൽ പുതുതലമുറയെ ഉന്മേഷകരമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു മാതൃകാ സ്ഥാപനം കുറ്റാനിശ്ശേരി AUP സ്കൂൾ. മികച്ച നിലവാരമുള്ള ലബോറട്ടറി, ഗണിതശാസ്ത്ര അഭിരുചി വളർത്താൻ അബാക്കസ്, കായിക മികവിനുള്ള പരിശീലനം, സാങ്കേതികമായി ഉന്നത നിലവാരം, ഇതൊക്കെ ഈ വിദ്യാക്ഷേത്രത്തിന്റെ സവിശേഷതകൾ. ക്ലാസ് മുറികളിലെല്ലാം AC സൗകര്യം. ഇങ്ങനെ പുത്തൻ തലമുറയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ഈ പാഠശാലയുടെ ലക്ഷ്യം. വർത്തമാനകാലത്തിന്റെ അക്ഷരഖനി, അക്ഷയഖനി. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. കൂടുതൽ
വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.